ഹായ് ഓൾ, എല്ലാവർക്കും വെന്നി ലൈഫ് ഏജ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UGC നെറ്റ് കൊമേഴ്സിൻ്റെ ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് രണ്ട് പേപ്പേഴ്സാണുള്ളത്, പേപ്പർ 1ഉം പേപ്പർ 2. ഇതിൽ പേപ്പർ 2ൽ 10 ചാപ്റ്റേഴ്സാണ് വരുന്നത്. അതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് ബിസിനസ് എൻവയോൺമെൻറ്റ് ആണ്. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന പോർഷൻസ് ഇക്കണോമിക് എൻവയോൺമെൻറ്റ്, ഇക്കണോമിക് സിസ്റ്റംസ്, ഇക്കണോമിക് പോളിസീസ്, അതായത് മോണിറ്ററി, അതേപോലെ തന്നെ ഫിസ്ക്കൽ പോളിസി, ദെൻ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ ബിസിനസ്, ലീഗൽ എൻവയോൺമെൻറ്റ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഫെമ, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ആൻഡ് ദെയർ ഇൻഫ്ലുവൻസ് ഓൺ ബിസിനസ്, ദെൻ ലാസ്റ്റ് വൺ CSR. ആദ്യം തന്നെ എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് നോക്കാം. ഒരു ഓർഗനൈസേഷൻ്റെയോ മാനേജ്മെൻറ്റിൻ്റെയോ ബിയോണ്ട് ദ കൺട്രോളിൽ വരുന്ന ഫോഴ്സസിനെയാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് എക്സ്റ്റേണൽ ഫോഴ്സസ് ആയിരിക്കും. ഇത് ഓർഗനൈസേഷനോ മാനേജ്മെൻറ്റിനോ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് എ സെറ്റ് ഓഫ് പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ ഫോഴ്സസ് ദാറ്റ് ആർ ലാർജ്ലി ഔട്ട്സൈഡ് കൺട്രോൾ ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് എ ബിസിനസ് ആൻഡ് ദാറ്റ് ക്യാൻ പൊട്ടൻഷ്യലി ഹാവ് ബോത്ത് എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ദ ബിസിനസ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ എക്സ്റ്റേണൽ ഫോഴ്സസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സാണ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഇത് നമ്മുടെ ഓർഗനൈസേഷനെ നെഗറ്റീവായിട്ടും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ താഴെ ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ബയാർഡ് ഒ വീലർ, business environment refers to the total of all things external to firms and industries which affect their organization and operation. ഒരു ഫേമിൻ്റെയോ ഇൻഡസ്ട്രീസിൻ്റെയോ എക്സ്റ്റേണൽ ഫോഴ്സസിനെയാണ് നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഓർഗനൈസേഷനെയും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേഷൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഇതിലെ ഫസ്റ്റ് ഫീച്ചറാണ് എൻവയോൺമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ടോട്ടാലിറ്റി ഓഫ് ഓൾ സച്ച് ഫോഴ്സസ് ആസ് ആർ എക്സ്റ്റേണൽ ടു ആൻഡ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ഇൻഡിവിജ്വൽ ബിസിനസ് എൻ്റർപ്രൈസ് ആൻഡ് ദെയർ മാനേജ്മെൻറ്റ്. ഒരു ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിനോ അതുപോലെ തന്നെ ഇൻഡിവിജ്വലിനോ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ദെൻ ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് കോംപ്ലക്സ്. എന്തുകൊണ്ടാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് കോംപ്ലക്സ് ആണെന്ന് പറയുന്നത്? അത് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് മാനേജ്മെൻ്റ് ആണ്. ദെൻ ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ഡൈനാമിക്. ദെൻ ദ ബിസിനസ് എൻവയോൺമെൻറ്റ് ഫോഴ്സസ് ഡിഫർ ഫ്രം കൺട്രി ടു കൺട്രി. ഒരു കൺട്രിയിലത്തെ ബിസിനസ് എൻവയോൺമെൻറ്റ് ആയിരിക്കില്ല വേറെ കൺട്രിയിലുള്ളത്. സോ ഈ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഓരോ കൺട്രീസിലും വ്യത്യാസപ്പെട്ടിരിക്കും. ബിസിനസ് എൻവയോൺമെൻറ്റ് ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷൻസിനെയും ഫങ്ഷനെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ്. ദെൻ നെക്സ്റ്റ് ആണ് സ്കോപ്പ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. 3 സ്കോപ്പാണുള്ളത്. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, മൈക്രോ എൻവയോൺമെൻറ്റ്, ദെൻ ലാസ്റ്റ് വൺ മാക്രോ എൻവയോൺമെൻറ്റ്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഇതിൻ്റെ ഫാക്ടേഴ്സ് 2 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സും ദെൻ സെക്കൻഡ് വൺ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വിത്തിൻ ദ ഓർഗനൈസേഷൻ ആയിരിക്കും. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വരുന്ന ഫാക്ടേഴ്സാണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ്. അതുപോലെ തന്നെ ഇത് കൺട്രോളബിൾ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഹ്യൂമൻ റിസോഴ്സസ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഷെയർ ഹോൾഡർ, ഫിനാൻഷ്യൽ capability, marketing capability, operations capability, research and development and technological factors, then last one organizational climate. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഇതിലെ ഫസ്റ്റ് വരുന്ന ഫാക്ടറാണ് ഹ്യൂമൻ റിസോഴ്സസ്. ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ വീക്ക്നെസ് എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസും വർക്കേഴ്സും ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഹ്യൂമൻ റിസോഴ്സസ്. ഓരോ എംപ്ലോയീസും ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ മൊറാലിറ്റി ഡിഫറെൻ്റ് ആണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആണ്. സോ അവരെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അതുകൊണ്ടാണ് ഓരോ ഓർഗനൈസേഷനിലും ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന സെക്ഷൻ തന്നെ ഉള്ളത്.
ദെൻ സെക്കൻഡ് വൺ ആണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നമുക്കറിയാം പണ്ടത്തെ കാലത്ത് ഓർഗനൈസേഷനിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതോറിറ്റീസും റെസ്പോൺസിബിലിറ്റീസൊക്കെ ആർക്കാണ് ഡെലിഗേറ്റ് ചെയ്യേണ്ടത്, ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ഓർഗനൈസേഷനിലും ഒരു വെൽ ഡിഫൈൻഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാൻ പറ്റും ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ആർക്കാണ് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കേണ്ടത്, ആർക്കാണ് അതോറിറ്റീസ് ഡെലിഗേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ. ദെൻ തേർഡ് വൺ ആണ് ഷെയർ ഹോൾഡർ ഓർ ഓണേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. ഏതൊരു ഓർഗനൈസേഷൻ്റെയും സക്സസ് എന്ന് പറയുന്നത് അവിടുത്തെ മാനേജ്മെൻ്റ് ആയിരിക്കും. ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും. എന്നാൽ നേരെ തിരിച്ച് ആണ് ഒരു മാനേജ്മെൻറ്റ് ഉള്ളതെങ്കിൽ നമുക്കൊരിക്കലും സക്സസ് അവിടെ കാണാൻ പറ്റില്ല, ഫെയിലിയർ ആയിരിക്കും അവിടെ ഉണ്ടാവുക. പിന്നെ പറയുന്ന ഫോർത്ത് പോയിൻ്റാണ് ഫിനാൻഷ്യൽ കപ്പാബിലിറ്റി. ബിസിനസ്സിലേക്കുള്ള ഫണ്ടിൻ്റെ അവൈലബിലിറ്റി അതുപോലെ തന്നെ അതിൻ്റെ യൂസേജൊക്കെ നമുക്ക് ഫിനാൻഷ്യൽ കപ്പാബിലിറ്റിയിൽ ഉൾപ്പെടുത്താവുന്നവയാണ്. ദെൻ ഫിഫ്ത്ത് വണ്ണാണ് മാർക്കറ്റിംഗ് കപ്പാബിലിറ്റി. ഏതൊരു ഓർഗനൈസേഷൻ്റെയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ പ്രൈസിങ്, പ്രമോഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഡക്റ്റ് അതുപോലെ തന്നെ സർവീസസ് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ് കപ്പാബിലിറ്റീസ്. അപ്പോൾ എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് എലമെൻറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. കോമ്പറ്റേറ്റീവ് പൊസിഷൻ ആൻഡ് മാർക്കറ്റ് ഷെയർ, പ്രൊഡക്റ്റ് ലൈന്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, പ്രൈസിംഗ് മാർക്കറ്റ്, മാർക്കറ്റ് റിസർച്ച്, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, പാക്കേജിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, പാക്കേജിംഗ് ആൻഡ് മാർക്കറ്റിംഗ് പോളിസീസ്. ഇതൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിംഗ് കപ്പാബിലിറ്റീൻ്റെ അണ്ടറിൽ വരുന്ന മാർക്കറ്റിംഗ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഓപ്പറേഷൻസ് കപ്പാബിലിറ്റി. ഓപ്പറേഷൻസ് കപ്പാബിലിറ്റി എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജിയെയോ പോളിസിയെയോ ഡിസിഷൻസിനെയോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ സർവീസിൻ്റെയും പ്രൊഡക്ഷനുമായോ മെറ്റീരിയൽ റിസോഴ്സിൻ്റെ യൂസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻസ് കപ്പാബിലിറ്റീസ്. ദെൻ സെവൻത്ത് വണ്ണാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. ഓരോ ഓർഗനൈസേഷനും ഇന്ന് ഇന്നോവേഷനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും അതുപോലെ തന്നെ വാണ്ട്സൊക്കെ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അവർ കൂടുതലായിട്ട് ഓപ്റ്റ് ചെയ്യുന്നത് ഇന്നോവേറ്റീവ് പ്രോഡക്റ്റിനെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഓർഗനൈസേഷനും ഇന്നോവേഷൻ വേണം ഫോക്കസ് ചെയ്യാൻ. ഒരിക്കലും അവർക്ക് പഴയ പോലെ തന്നെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒരിക്കലും ഫോളോ ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്നത്തെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ചേഞ്ചിങ് എൻവയോൺമെൻ്റ് ആണ്. എല്ലാവരും ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഓർഗനൈസേഷനും ഇന്നോവേറ്റീവായ പ്രൊഡക്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ദെൻ ലാസ്റ്റ് വണ്ണാണ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. ഓരോ ഓർഗനൈസേഷനും ഓരോ കൾച്ചറായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഓരോ ഓർഗനൈസേഷനും ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഈ ഓർഗനൈസേഷൻ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. അത് നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റൽ ഫാക്ടർ നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. അത് ഔട്ട്സൈഡ് ബിസിനസ് ഓർഗനൈസേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് കൺട്രോളബിൾ ആണ്. പക്ഷേ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ എക്സ്റ്റേണൽ ആയതുകൊണ്ട് തന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ദെൻ അതിൽ ഫസ്റ്റ് വണ്ണാണ് മൈക്രോ എൻവയോൺമെൻറ്റ്. മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനെ മാത്രം സ്പെസിഫിക് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നതാണ് മൈക്രോ എൻവയോൺമെൻറ്റ്. അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറീസ് ആൻഡ് പബ്ലിക്. ഓരോ ഓർഗനൈസേഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സപ്ലയേഴ്സ്. ആരാണ് സപ്ലയേഴ്സ്? നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഇൻപുട്ട് കൊണ്ടുവരിക, അതായത് റോ മെറ്റീരിയൽസും നമ്മുടെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോമ്പോണൻസ് ഒക്കെ എത്തിക്കുന്നവരെയാണ് നമ്മൾ സപ്ലയേഴ്സ് എന്ന് പറയുക. സോ സപ്ലയേഴ്സ് ഇല്ലാണ്ട് ഒരിക്കലും ഒരു ഓർഗനൈസേഷന് അവിടെ എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കില്ല. പക്ഷേ ഒരു ഓർഗനൈസേഷൻ ഒരു സിംഗിൾ സപ്ലയറാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അത് ഒരുപാട് റിസ്ക് ഫാക്ടറിന് കാരണമാവുന്നുണ്ട്. കാരണം വല്ല സ്ട്രൈക്കോ അല്ലെങ്കിൽ ലോക്കൗട്ട്സ് ഒക്കെ വരുന്ന സമയത്ത് അവിടെ ആ ഓർഗനൈസേഷൻ അവിടെ ലോസ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് എന്താണ്, മൾട്ടിപ്പിൾ സപ്ലയേഴ്സ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. അങ്ങനെ മൾട്ടിപ്പിൾ സപ്ലയേഴ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കവിടെ റിസ്ക് അവിടെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ സെക്കൻഡ് വൺ ആണ് കസ്റ്റമേഴ്സ് ആർ ദ കിങ് ഓഫ് മാർക്കറ്റ് എന്നല്ലേ നമ്മൾ പറയാറ്. അതുകൊണ്ട് തന്നെ ഏതൊരു ഓർഗനൈസേഷനിലും ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കസ്റ്റമേഴ്സ് എപ്പോഴും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള
പ്രൊഡക്റ്റാണ് അവർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഓരോ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഓരോ ബിസിനസ് ഓർഗനൈസേഷനും റൺ ചെയ്യുന്നത്. അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് മൈക്രോ എൻവയോൺമെൻറ്റിൽ വരുന്നൊരു ഫാക്ടറാണ് കോമ്പറ്റീറ്റേഴ്സ്. ഒരു ഓർഗനൈസേഷന് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഏതൊരു ഓർഗനൈസേഷനും ആ മാർക്കറ്റ് എൻവയോൺമെൻറ്റിൽ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. ഇതിൽ 4 കൈൻഡ്സ് ഓഫ് കോമ്പറ്റീഷൻ പറയുന്നുണ്ട്. ഡിസയർ കോമ്പറ്റീഷൻ, ജനറിക് കോമ്പറ്റീഷൻ, പ്രൊഡക്റ്റ് ഫോം കോമ്പറ്റീഷൻ, ദെൻ ലാസ്റ്റ് വൺ ബ്രാൻഡ് കോമ്പറ്റീഷൻ. ഇതിൽ ഫസ്റ്റ് വൺ ഡിസയർ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് സെയിം ഓർ സിമിലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഫേംസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ് ഡിസയർ കോമ്പറ്റീഷൻ. മാത്രമല്ല കൺസ്യൂമേഴ്സിൻ്റെ ഡിസ്ക്രിഷണറി ഇൻകവുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നതാണ് ഡിസയർ കോമ്പറ്റീഷൻ. അതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ ഒരു TV മാനുഫാക്ചറിങ് കമ്പനി വേറൊരു TV മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല 2 വീലേഴ്സ്, റെഫ്രിജറേറ്റേഴ്സ് അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസുമായിട്ട് അവർ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഡിസ്പോസിബിൾ ഇൻകം ലിമിറ്റഡ് ആയിട്ടുള്ള കൺട്രീസിൽ ഡിസയർ കോമ്പറ്റീഷൻ ഹൈ ആയിരിക്കും. ദെൻ സെക്കൻഡ് വൺ ആണ് ജനറിക് കോമ്പറ്റീഷൻ. ഒരു കൺസ്യൂമർ അയാളുടെ ഡിസ്ക്രിഷണറി ഇൻകം ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അയാളുടെ മുന്നിൽ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരുന്നു. TV വാങ്ങിക്കുക, അതുപോലെ തന്നെ DVD പ്ലെയർ വാങ്ങിക്കുക, CVD പ്ലെയർ വാങ്ങിക്കുക. പക്ഷേ അയാൾ ഏതെങ്കിലും ഒന്നിൽ മാത്രമാണ് ആ ഒരു എമൗണ്ട് അയാൾ സ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ്സ് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ് ജനറിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ദെൻ തേർഡ് വണ്ണാണ് പ്രൊഡക്റ്റ് ഫോം കോമ്പറ്റീഷൻ. പ്രൊഡക്റ്റ് ഫോം തമ്മിലുള്ള കോമ്പറ്റീഷനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ഫോം കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു കസ്റ്റമർ TV വാങ്ങാൻ ഡിസൈഡ് ചെയ്തു. അയാൾ അപ്പോൾ നോക്കും ഏത് TV വാങ്ങണം, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ കളർ വാങ്ങണോ എന്നുള്ളത്. സോ അവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ് പ്രൊഡക്റ്റ് ഫോം കോമ്പറ്റീഷൻ. എന്നാൽ ലാസ്റ്റ് വണ്ണാണ് ബ്രാൻഡ് കോമ്പറ്റീഷൻ. പേര് പോലെ തന്നെ ബ്രാൻഡ് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ് ബ്രാൻഡ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പേസ്റ്റ് ആയിക്കോട്ടെ, സോപ്പ് ആയിക്കോട്ടെ, ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. അവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ് ബ്രാൻഡ് കോമ്പറ്റീഷൻ. നെക്സ്റ്റ് മൈക്രോ എൻവയോൺമെൻറ്റിൽ വരുന്ന ഫാക്ടറാണ് മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറീസ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്. അതായത് ഒരു കൺസ്യൂമറെയും മാനുഫാക്ചററെയും ബന്ധിപ്പിക്കുന്ന ഒരു ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു ലിങ്കാണ് മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നത്. അതിൽ ഹോൾസെയിലേഴ്സ് വരും, റീറ്റെയിലേഴ്സ് വരും. മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറീസ് കമ്പനീസിനെയും ഫൈനൽ കൺസ്യൂമേഴ്സെയും ലിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ കണക്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് എന്ന് പറയുക. അത് നമ്മുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിലേക്ക് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നവരാണ് ഈ മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറീസ്. ദെൻ ലാസ്റ്റ് വണ്ണാണ് പബ്ലിക്. നമുക്കറിയാം ഏതൊരു കമ്പനിയുടെയും എൻവയോൺമെൻറ്റ് സറൗണ്ട് ചെയ്തിരിക്കുന്നത് നമ്പർ ഓഫ് പബ്ലിക്കാണ്. അവിടെ ഫിനാൻസ് പബ്ലിക് ഉണ്ടാവാം, ലോക്കൽ പബ്ലിക് ഉണ്ടാവാം, ജനറൽ പബ്ലിക് ഉണ്ടാവാം. ഇതിൽ ഫിനാൻസ് പബ്ലിക് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പബ്ലിക് സറൗണ്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ കമ്പനീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് മൈക്രോ എൻവയോൺമെൻറ്റ്. മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രീസിനെ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഒരു ഇൻഡസ്ട്രീസിനെയോ ഫേമിനെയോ അഫക്റ്റ് ചെയ്യുന്നതാണ് മൈക്രോ എൻവയോൺമെൻറ്റ്. എന്നാൽ മാക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഹോളാണ്, എല്ലാ തരത്തിലും അഫക്റ്റ് ചെയ്യുന്നതാണ് മാക്രോ എൻവയോൺമെൻറ്റ്. അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഇക്കണോമിക് എൻവയോൺമെൻറ്റ്, ഇക്കണോമിക് പോളിസീസ്, ദെൻ ഇക്കണോമിക് സിസ്റ്റം. ഇതിൽ ഇക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഇക്കണോമിക് കണ്ടീഷൻസും ഇക്കണോമിക് പോളിസീസും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പോളിസീസ്, ഇക്കണോമിക് സിസ്റ്റം അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇക്കണോമിക് ഇതിൽ ഇക്കണോമിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഒരു കൺട്രിയുടെ ഇക്കണോമിയുടെ നേച്ചർ, അതുപോലെ തന്നെ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇക്കണോമി, ദെൻ ഇക്കണോമിക് റിസോഴ്സസ്, ഇതൊക്കെ ഇക്കണോമിക് കണ്ടീഷൻസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇക്കണോമിക് ഫാക്ടേഴ്സ് നമ്മുടെ ഓർഗനൈസേഷനെ ഏറ്റവും വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫങ്ഷനെയും അതിൻ്റെ ഓപ്പറേഷൻസിനെയൊക്കെ ഒരുപാട് ഇക്കണോമിക് കണ്ടീഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് പീപ്പിൾസിൻ്റെ ഇൻകം കമ്മിയാണെന്ന് വിചാരിക്കുക. അതെന്തിന് കാരണമാവും? ഡിമാൻഡ് കുറയുന്നതിന് കാരണമാവും. കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ പീപ്പിൾസിൻ്റെ കയ്യിൽ ഇൻകം കമ്മിയാണെങ്കിൽ അവരിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനോടുള്ള ഡിമാൻഡ് അവിടെ കമ്മിയാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫേമിന് അല്ലെങ്കിൽ ഓർഗനൈസേഷനൊക്കെ
ചുരുങ്ങിയ ചെലവിൽ അവർക്കൊരു പുതിയ പ്രൊഡക്റ്റ് ഇൻവെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ലോ ഇൻകം പീപ്പിൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ ഡിമാൻഡ് അവിടെ കുറയാൻ ചാൻസ് ഉണ്ട്. സോ അതിനനുസരിച്ചിട്ട് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഫേമോ ലോ കോസ്റ്റിൽ ഒരു പ്രൊഡക്റ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും അവരോട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ ആണ് ഇക്കണോമിക് പോളിസീസ്. ഇക്കണോമിക് പോളിസീസിൽ വരുന്നതാണ് ഇൻഡസ്ട്രിയൽ പോളിസി, ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി, ദെൻ ലാസ്റ്റ് വൺ എക്സിം പോളിസി. എന്താണ് ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് നോക്കാം. ഒരു ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ അതിനെ ഡയറക്റ്റ് ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുന്ന റൂൾസിനെയും പോളിസീസിനൊക്കെ നമുക്ക് ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറയാം. ഇൻഡസ്ട്രിയൽ പോളിസി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1948 ഡൊമസ്റ്റിക് ഫേംസിനെ ഡെവലപ്പ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും അവരുടെ കോമ്പറ്റീറ്റീവ്നെസ്സും കപ്പാബിലിറ്റീസും ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇക്കണോമിക് പോളിസിയിൽ വരുന്ന രണ്ടാമത്തെ പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി. ഇത് ഇക്കണോമിയെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് പോളിസിയാണ്. ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസ് കൺട്രോൾ ചെയ്യുന്നു. മാത്രമല്ല വരവ് ചിലവുകളുടെ മൂവ്മെൻറ്റ് ഇക്കണോമിയിൽ നിന്ന് ഗവൺമെൻറ്റിലേക്കും ഗവൺമെൻറ്റിൽ നിന്ന് ഇക്കണോമിയിലേക്കും ഏത് തരത്തിലാണ് നടക്കേണ്ടതെന്ന് ഈ പോളിസി ഡിസൈഡ് ചെയ്യുന്നു. ഇക്കണോമിയെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് യൂസ് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടൂൾസാണ്. ഒന്ന് ഫിസ്ക്കൽ പോളിസിയും അതുപോലെ തന്നെ മോണിറ്ററി പോളിസിയും. ഫിസ്ക്കൽ പോളിസിയെ ബഡ്ജറ്ററി പോളിസി എന്നും അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് റോൾ ഓഫ് ഫിസ്ക്കൽ പോളിസി. ഇതിൽ ഫസ്റ്റ് പോയിൻ്റാണ് കൺട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വേരിയസ് റിസോഴ്സസിൽ നിന്ന് ഫിനാൻസിനെ മൊബിലൈസ് ചെയ്യുന്നു. സേവിങ്സും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും റേറ്റ് അവിടെ എൻഹാൻസ് ചെയ്യുന്നു. നമ്മുടെ കൺട്രിയിലുള്ള അവൈലബിൾ റിസോഴ്സസിൻ്റെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ അവിടെ എൻഷുർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇക്കണോമിക് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നു. അൺഎംപ്ലോയ്മെൻറ്റും പോവർട്ടിയും റിമൂവ് ചെയ്യുന്നു. റീജിയണൽ ഇംബാലൻസസ് അവിടെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ് പീപ്പിൾസിൻ്റെ വെൽഫെയർ അവിടെ എൻഷുർ ചെയ്യുന്നു. നെക്സ്റ്റ് ആണ് ടെക്നിക്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി. 4 തരത്തിലുള്ള ടെക്നിക്സ് ആണുള്ളത്. ടാക്സേഷൻ പോളിസി, പബ്ലിക് എക്സ്പെൻഡിച്ചർ പോളിസി, പബ്ലിക് ഡെപ്റ്റ് പോളിസി, ദെൻ ഡെഫിസിറ്റ് ഫിനാൻസിങ് പോളിസി. ഇക്കണോമിക് പോളിസിയിൽ വരുന്ന നെക്സ്റ്റ് പോളിസിയാണ് മോണിറ്ററി പോളിസി. ഓരോ കൺട്രീസിലും അവരുടെ സെൻട്രൽ ബാങ്കാണ് മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിൽ RBI ആണ് മോണിറ്ററി പോളിസി നടപ്പിലാക്കുന്നത്. ഇത് ഇക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മോണിറ്ററി പോളിസി നടപ്പിലാക്കുന്നത്. മോണിറ്ററി പോളിസിയെ ക്രെഡിറ്റ് പോളിസി എന്നും RBI's മണി മാനേജ്മെൻറ്റ് പോളിസി എന്നും അറിയപ്പെടുന്നുണ്ട്. ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, CRR, SLR ഇതൊക്കെയാണ് മോണിറ്ററി പോളിസിയിൽ വരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്. നെക്സ്റ്റ് വണ്ണാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. വേരിയസ് സെക്ടേഴ്സിൽ നിന്നുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. ലാസ്റ്റ് വണ്ണാണ് എക്സിം പോളിസി. എന്താണ് എക്സിം പോളിസി? എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പോളിസി. എക്സിം പോളിസിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ളൊരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക. ഇക്കണോമിക് പോളിസിയിൽ വരുന്ന 5 പോളിസീസാണ് ഇൻഡസ്ട്രിയൽ പോളിസി, ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ആൻഡ് എക്സിം പോളിസി. ഈ 5 പോളിസീസും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഇക്കണോമിക് എൻവയോൺമെൻറ്റും ഇക്കണോമിക് പോളിസീസും കവർ ചെയ്തിട്ടുണ്ട്. മറ്റ് പോർഷൻസ് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ കവർ ചെയ്യുന്നതായിരിക്കും. മറ്റ് പോർഷൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും. അതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്